ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പെനൽറ്റികൾ നഷ്ടമാക്കിയ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. അതേസമയം ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയതും ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡക്കുകൾ നേടിയ ഇന്ത്യൻ ബാറ്റ്സ്മാൻ സച്ചിൻ തെണ്ടുൽക്കർ. പക്ഷെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 സെഞ്ചുറികൾ നേടിയ ഏക താരവും സച്ചിൻ തെണ്ടുൽക്കർ തന്നെ. ഗ്രാൻഡ് സ്ലാം ഫൈനലിൽ ഏറ്റവും കൂടുതൽ തോൽവികൾ ഏറ്റുവാങ്ങിയ താരം നോവാക് ജോക്കോവിച്ച്. അതേസമയം ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയതും നോവാക് ജോക്കോവിച്ച് തന്നെ. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ഓരോ കായിക ഇനത്തിനും ഏറ്റവും വലിയ വിജയികളുടെയും ഏറ്റവും വലിയ പരാജയങ്ങളുടെയും പട്ടിക നോക്കിയാൽ പലപ്പോഴും അതിൽ ഒരേ പേരുകളായിരിക്കും കാണുക. കാരണം വിജയികൾ പരാജയപ്പെട്ടവരെക്കാൾ കൂടുതൽ തവണ ശ്രമിക്കുന്നു. പലരും വലിയ വിജയങ്ങൾ നേടാത്തത് അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, വലിയ ശ്രമങ്ങൾ നടത്താൻ അവർ ഭയപ്പെടുന്നത് കൊണ്ടാണ്. നിരസിക്കപ്പെടുമോ എന്ന ഭയം, മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിതരാകുമോ എന്ന ഭയം, മണ്ടനായി തോന്നുമോ എന്ന ഭയം. എന്നാൽ നിങ്ങൾ ആദരിക്കുന്ന ഓരോ ചാമ്പ്യനും 100 കണക്കിന് തവണ എല്ലാവരുടെയും മുന്നിൽ പരാജയപ്പെട്ടവരാണ്. വ്യത്യാസം ഒന്ന് മാത്രം. പരാജിതർ ആ പരാജയത്തെ നിർത്താനുള്ള ഒരു കാരണമായി കാണുന്നു. ചാമ്പ്യന്മാർ പരാജയത്തെ മഹത്വത്തിലേക്കുള്ള വിലയായി കാണുന്നു. അതുകൊണ്ട് പരാജയത്തെ ഭയപ്പെടരുത്. നിങ്ങളുടെ യഥാർത്ഥ കഴിവ് ഒരിക്കലും തിരിച്ചറിയാതെ ജീവിതം അവസാനിക്കുന്നതിനെയാണ് ഭയപ്പെടേണ്ടത്.